ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഭയങ്കരമായിട്ട് ശബ്ദത്തിന് നല്ല വ്യത്യാസമുണ്ട്, നല്ല ജലദോഷവും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എത്ര വയ്യെങ്കിലും. അപ്പോൾ നമുക്ക് കാണാം, ബാക്കി വീഡിയോ ഇട്ട് കിടക്കാം എന്നൊക്കെയാണ് കേട്ടോ ഞാനിതിൽ പറയണത്. അപ്പോൾ വോയിസ് ഒട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാനായിട്ട് ഓൺ വോയിസ് കൊടുക്കാണ്ട് വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് കുറച്ച് മുന്നേ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്തുള്ള ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു എന്താ പറയുക ജോലിക്കൊക്കെ പോകുന്ന സമയത്തുള്ളൊരു മോർണിംഗ് റുട്ടീനൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വെക്കലാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയണത്. ഒപ്പം നമ്മൾ പാലും കൂടി എടുത്ത് വെളിയിൽ വെക്കും. എന്നിട്ട് പാല് അതായത് വെളിയിൽ തലേ ദിവസം ഞാൻ എടുത്ത് വെക്കാറുണ്ട്, ഫ്രീസറിൽ വെച്ചതാണെന്നുണ്ടെങ്കിൽ. നമ്മൾ എന്താ വെച്ചാൽ ഒരുമിച്ചാണ് പാല് വാങ്ങിച്ച് വെക്കുക, ഒരു 3-4 പാക്കറ്റൊക്കെ ഒരുമിച്ച് വാങ്ങിക്കും. എന്നിട്ട് ഓരോ പാക്കറ്റായിട്ട് എടുത്ത് വെളിയിൽ വെച്ച് നമ്മൾ കാച്ചി ഉപയോഗിക്കുന്നല്ലാതെ ഒരുമിച്ചിട്ട് നമ്മൾ ഓരോ ദിവസം ഓരോന്ന് വാങ്ങിക്കുക അങ്ങനെയും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫ്രീസറിൽ വെക്കുമ്പോൾ അത് ചീത്തയായി പോവില്ല. അങ്ങനെ ചെയ്യുമ്പോൾ തലേ ദിവസം രാത്രി എടുത്ത് ഞാൻ വെളിയിൽ വെച്ച് രാവിലെ നമുക്കത് ചൂടാക്കാൻ പാകമായിരിക്കും. പക്ഷേങ്കിൽ അന്ന് ദിവസം ഞാൻ എടുത്ത് വയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ്ങിൽ ജലദോഷവും വയ്യഴുകിയൊക്കെ ആയതുകൊണ്ട് തന്നെ രാത്രി എടുത്ത് വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസം കുറച്ച് വെളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് കുറച്ച് ഭയങ്കര ടയേർഡായിരുന്നു, അതുകൊണ്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇഡ്ഡലി പാത്രം എടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആ ഐസുള്ള പാലെടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് ഒന്ന് വെള്ളം തിളപ്പിക്കും. അപ്പോൾ എന്തായി, നമുക്ക് ആ വെള്ളം കുളിക്കാൻ വേണ്ടവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് പാല് പാക്കറ്റ് ഒരുപാട് തിളപ്പിച്ച് പൊട്ടിച്ച് കളയരുത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടും ചൂട് കയറ്റുമ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് നമ്മുടെ പാല് മെൽട്ടാവുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനിയാരം എന്നൊക്കെ പറയില്ലേ, കുഴിപ്പനിയാരം എന്നൊക്കെ പറയും, വെറ്റപ്പം എന്ന് പറയും. തമിഴിലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഈ പനിയാരം എന്ന് പറയണത്. വെറ്റപ്പം എന്നാണ് അല്ലാത്ത നാട്ടിലൊക്കെ പറയണത് കേട്ടോ, ഞങ്ങളുടെ അവിടെയൊക്കെ പറയണത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ശരിക്കും പറഞ്ഞാൽ ഉള്ളി കടുക് വറുത്തിട്ട് വഴറ്റി ഇടുകയാണ് ചെയ്യുക കേട്ടോ. ഞാനങ്ങനെ എല്ലാം കിട്ടിയ വെജിറ്റബിൾസൊക്കെ ആദ്യക്കൂട്ടം കഴിക്കാത്ത വെജിറ്റബിൾസൊക്കെ അതിൽ തട്ടിക്കൊടുക്കും. അപ്പോൾ എന്താണ്, അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബ്രേക്ക്ഫാസ്റ്റായി മാറുന്നുള്ളത് കൊണ്ട് ദോശമാവിനകത്ത് കിട്ടിയ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് ചേർക്കൂട്ടാ. എന്നിട്ട് ചെറുതായിട്ട് കുറച്ച് സ്പൈസിയായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെയാണ് എൻ്റെ തട്ടിക്കൂട്ട് പരിപാടി എന്ന് പറയണത്. അങ്ങനെ അതൊക്കെ തട്ടിക്കൂട്ടി ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ അപ്പക്കല്ല് ചൂടാക്കാൻ വെച്ച്, അതായത് ഉണ്ണിയപ്പത്തിൻ്റെ കല്ല് ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ തൂവിയിട്ട് അതിലേക്ക് നമ്മുടെ മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇടയായിട്ട് മാക്സിമം ഞാൻ ആദ്യക്കൂട്ടനാണെങ്കിലും ശരി, നമ്മൾ പറയില്ല ഒരു സമീകൃത ആഹാരം എന്നൊക്കെ പറയില്ലേ, കുട്ടികൾ ഒരുപാട് എന്താ പറയുക വലിച്ചു വാരി തിന്നൂ എന്ന് പറയാൻ പറ്റില്ല. വലിച്ചു വാരി തിന്നാൽ മാത്രമേ അവർക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് അവർക്ക് നിറച്ച് ഫുഡ് കൊടുത്താൽ അവർ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അതിനെങ്ങനെയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർക്ക് കൊടുക്കണം, എന്നാലേ നമുക്ക് ഹെൽത്തി ആണെന്ന് അവരെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതുപോലെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കും. അതിനോടൊപ്പം തന്നെ വെജിറ്റബിൾസ് മാക്സിമം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കും, അത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ 2 ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടെങ്കിലും കൊടുക്കണം. അതായത് എല്ലാ ദിവസവും നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഐറ്റംസ് അങ്ങനത്തെ ഫുഡ് കുറച്ചിട്ട് ബാക്കി ഫ്രൂട്ട്സ് അതുപോലെ തന്നെ കുക്കുംബർ അങ്ങനെ എന്തെങ്കിലുമുള്ള വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നത്. കഴിവതും ചെയ്യാറുണ്ട്. പിന്നെ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് നിവർത്തിയില്ല കേട്ടോ. അപ്പോൾ ഈ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ മാക്സിമം ഞാനും അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകാറുണ്ടായിരുന്നത്. അപ്പോൾ ഓഫീസിലൊക്കെ എൻ്റെ കുട്ടികൾ കളിയാക്കുമായിരുന്നു, കുഞ്ഞു പിള്ളേരുടെ ടിഫിൻ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അജുവേട്ടന് മോസ്റ്റ്ലി അതുപോലെ ഞാൻ കൊടുത്തുവിടാൻ ശ്രമിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ആൾക്ക് അത്രയ്ക്ക് താല്പര്യമില്ല അത്തരം ഫുഡുകളോടൊന്നും. എന്നാൽ പോലും ചില ദിവസങ്ങളൊക്കെ ഞാൻ നിർബന്ധിച്ച് കൊടുത്തു വിടും കേട്ടോ. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ യുദ്ധമായിരിക്കും രാവിലെ ചിലപ്പോഴൊക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇൻഡക്ഷനിൽ പാല് വെക്കാമെന്ന് പറഞ്ഞിട്ട് ചായ വെക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യക്കൂട്ട് പാലും ഞങ്ങൾക്ക് ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അളന്നൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഒരുപോലെ ഒന്നും അല്ല കേട്ടോ. ഓരോ ദിവസം നമ്മൾ എഴുന്നേൽക്കുന്നതിനനുസരിച്ചിട്ടും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടും അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. ഓരോ ദിവസത്തെ നമ്മുടെ രാവിലത്തെ ഫുഡാണെങ്കിലും ഉച്ചയ്ക്കലത്തെ ഫുഡാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് വല്ലാതെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഭയങ്കര സങ്കടം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ഗ്യാസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ, എന്താ പറയുക, ഞങ്ങൾ ബറോഡയിൽ പുതിയ വീട് വാങ്ങിച്ച സമയത്ത് ചിമ്മിനിയും അതുപോലെ തന്നെ ഈ ഗ്യാസ് സ്റ്റവും കൂടെ നമ്മൾ കോംബോ ഓഫറിൽ വാങ്ങിച്ചതായിരുന്നു. ആ സമയം തൊട്ടിട്ട് ഇത്ര നാൾ വരെ ഞങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ സ്റ്റവ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന. ഒരു കുഴപ്പവും ഒരു കേടോ ഇതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ നല്ലോണം വൃത്തിയാക്കിയിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. എളുപ്പം വൃത്തിയാവാനും നമുക്ക് സൗകര്യമായിരുന്നു കേട്ടോ. എല്ലാവരും പറയും സ്റ്റീലിൻ്റെ ആണ് നല്ലത് വൃത്തിയാക്കാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ ഇതിൽ എനിക്ക് സ്റ്റീലിനെക്കാട്ടിലും കൂടുതൽ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റീലിൻ്റെയാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ റീസെൻറ്റ് വ്ളോഗ്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താ ഇങ്ങനെ ഇരിക്കുന്ന ഗ്യാസ് സ്റ്റവ് എന്ന്. പക്ഷേ നമുക്ക് വൃത്തിയാക്കാൻ ഏറ്റവും എളുപ്പമുണ്ടായിരുന്നത് എനിക്ക് ഗ്ലാസ് ടോപ്പ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് കെയർ ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്യണ സ്റ്റീലിൻ്റെ ആണെങ്കിൽ എനിക്കറിയില്ല അതായത് ഗ്യാസ് സ്റ്റവിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എത്ര വൃത്തിയാക്കാൻ ശ്രമിച്ചാലും ഒരു വൃത്തിയായിട്ട് എനിക്കത് കാണാറേ ഇല്ല, അതാണ് സത്യം. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ ഇതന്നെ മതിയായിരുന്നു. അതായത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇടയ്ക്ക് അത് ഗ്യാസ് കുറച്ച് സ്റ്റൗ കേട് വന്നപ്പോൾ നമ്മൾ രണ്ടും നേരാക്കിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും കേട് വന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും ശരി അപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ യൂസ് ചെയ്യാം, മറ്റേത് ഇത് കേട് വരുന്ന സമയത്ത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെയൊക്കെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഓക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഈ സ്റ്റൗ യൂസ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട്. ഇപ്പം ഞാൻ ഈ ഇത് നമ്മുടെ സ്റ്റീലിൻ്റെ അത് വെച്ചാൽ 2 ബർണർ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലെനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ആജുവേട്ടനും ആദ്യക്കുട്ടനൊക്കെ നമുക്ക് മോർണിംഗുള്ള ടൈം ആവുമ്പോൾ ആജുവേട്ടൻ്റെ മോർണിംഗ് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഫസ്റ്റത്തെ ഷിഫ്റ്റ് ഉള്ള സമയത്ത് 7 to 4 ഉള്ള സമയങ്ങളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും രണ്ടും റെഡി ആവണം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ 3 ബർണർ ഉള്ളത് എനിക്ക് ഭയങ്കര യൂസായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത്. ഉള്ള സമയത്ത് നമുക്ക് അത്രയ്ക്കൊരു ഇതുണ്ടായിരുന്നില്ല. എന്തായാലും ശരി അപ്പോൾ ഞാൻ മാക്സിമം മാവ് നമ്മൾ മിക്സ് ചെയ്തത് ബാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഉള്ളിയൊക്കെ നമ്മൾ ചേർക്കണമല്ലേ. അതുകൊണ്ടുള്ള മാവ് മൊത്തത്തിൽ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അജുവേട്ടന് മാത്രം നമ്മളിത് കൊടുത്തു വിടില്ല, ആൾ കൊണ്ടുപോയില്ല, ആൾക്ക് ഇഷ്ടമല്ല ഇത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൊണ്ടുപോകാനും ഞാൻ ഇതന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ഉണ്ടാക്കണം. നിങ്ങൾ വിചാരിക്കും ഇത്രയധികം എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത്രയൊക്കെ നിങ്ങൾ മോൻ കഴിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. മോന് മാത്രമല്ല, മോൻ കൊണ്ടുപോകുന്നത് അവൻ്റെ ഫ്രണ്ട്സിനും അവൻ ഷെയർ ചെയ്യാറുണ്ട്, ഞാനും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുണ്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അപ്പോൾ നമ്മൾ ഉള്ള ഫ്രൂട്ട്സൊക്കെ കൂടെ നമ്മൾ തലേ ദിവസം ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആദ്യക്കൂട്ടിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പപ്പായ ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, 2 കളർ ഗ്രേപ്സ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പനിയാരം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വീറ്റ് കോണില്ലേ അതും കുറച്ചെടുത്തിട്ട് അവന് എനിക്ക് ഇച്ചിരി ഉണ്ടാക്കി വേവിച്ചത് തരുമമ്മ എന്ന് പറഞ്ഞിട്ട് ഞാനത് വേവിച്ച് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവന് വേണ്ടി മാത്രം അത് കുറച്ചെടുത്തിട്ട് ഞാൻ ചൂടാക്കിയിട്ട് അതൊന്ന് ആവി കയറ്റിയിട്ട് അവനാക്കി കൊടുത്തു. വെള്ളമൊക്കെ നിറച്ച് കൊടുത്തു കേട്ടോ. ബാക്കി വെച്ചിരിക്കുന്നത് എൻ്റെയും അജുവേട്ടൻ്റെയൊക്കെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ രാവിലത്തെ ഒരു ജഗപൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അജുവേട്ടനെ കാണിച്ചിട്ടില്ല, കാരണം ആളൊന്ന് ഇച്ചിരി കലിപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയുടെ മുന്നിൽ വന്നിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും ശരി, ഞാൻ ഇവരുടെ ജഗപൊക്കെ കഴിഞ്ഞ ശേഷം ചായയൊക്കെ വല്ല പച്ചവെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു. ഈ പൊതുവേ ചായ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചൂടാക്കി കുടിക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷേ എന്തോ നമ്മുടെ ആരോഗ്യം അത്രയ്ക്ക് സുഖമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടെ ചൂടാക്കിയിട്ട് നല്ല ചൂടോട് കുടിക്കുമ്പോൾ തൊണ്ടയ്ക്ക് ഭയങ്കര ആശ്വാസമല്ലേ നമുക്ക് ഈ ജലദോഷവും പനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ എന്തായാലും ശരി, ഞാൻ വേഗം പോയിട്ട് ചായ നല്ലോണം ചൂടാക്കിയിട്ട് ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചായ കുടിക്കുമ്പോഴല്ലോ ഇരുന്ന് കുടിക്കണം, എന്നാലേ കുടിച്ചു എന്നൊരു തൃപ്തി വരുള്ളൂ എനിക്ക്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിയുമ്പോഴേക്കും എന്തേ ആദ്യകൂട്ടൻ അവന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. പിന്നെ ബാക്കി അതൊക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ട് ആശാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്ത് അത് ചെയ്തോ ഇത് ചെയ്തോ അതെടുത്തോ ഇതെടുത്തോ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഇറങ്ങുന്നത് വരെ വലിയൊരു തിക്കും തിരക്കും കേട്ടോ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ പോയ ശേഷമാണ് ഞാൻ പോയിട്ട് പതിയെ പോയിട്ട് ഇവരൊക്കെ പോയി കുറച്ച് നേരം നമ്മൾ പാത്രം കഴുകലും അങ്ങനെയുള്ള പരിപാടികളോ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അവർ പോയ ശേഷമാണ് വേഗം ഞാൻ അടിച്ചുവാരി തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞ് തുണിയിലൊക്കെ കഴിഞ്ഞിട്ട് വേഗം നമ്മൾ റെഡി ആയിട്ട് ഓഫീസിലേക്ക് പോകാറുള്ളത്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള സമയങ്ങളിൽ അജൂട്ടൻ എന്നെ കൊണ്ടുവിടാറുണ്ടായിരുന്നു. അങ്ങനെയാണ്. ലീവുള്ള ദിവസങ്ങളിൽ ആൾ എന്നെ കൊണ്ടുവിടും. ഡേ ഷിഫ്റ്റ് ഉള്ള സമയങ്ങളിൽ മാത്രം അജൂട്ടൻ ഈ പറഞ്ഞ പോലെ രാവിലെ പോവും, ഞാൻ ഓട്ടോയിലാണ് കേട്ടോ പോകാറുള്ളത്. അപ്പോൾ ഒരിടെ ആയിട്ട് ഞാൻ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക് അത് മാത്രമല്ല, ഞാൻ എന്താ പറയുക ഓഫീസിൽ പോകുന്ന സമയത്ത് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് വെളിയിൽ പോയിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറുണ്ടായിരുന്നെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് പാല് രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ കുറച്ച് പാലെടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് കൊഴുപ്പുള്ള പാലിന് കുറച്ച് വെള്ളം മിക്സ് ചെയ്യും.
അല്ലെങ്കിൽ കുറച്ച് പാല് മാത്രം. അതിൽ ഞാൻ ചിയാ സീഡ് ഇട്ട് വെക്കും കേട്ടോ. ചിയാ സീഡ് ഇട്ട് വെക്കും രാവിലെ തന്നെ. അപ്പോൾ അത് അതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നന്നായിട്ട് സോക്കാവും. പിന്നെ ഞാൻ കഴിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട്, അതായത് ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഉള്ള ഫ്രൂട്ട്സ് ഇട്ടിട്ട് ശകലം തേനും കൂടെ ഒഴിച്ച് ചേർത്തിട്ട് ഞാൻ അത് കഴിക്കും. അതായിരുന്നു കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത്. അതുപോലെ തന്നെ ലഞ്ചിലേക്ക് മാക്സിമം അജുവേട്ടനാണെങ്കിലും ശരി സലാഡൊന്നും ആളങ്ങനെ അധികം കഴിക്കില്ല, ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുക്കുംബറും ക്യാരറ്റും എല്ലാം കൂടെ ചീയിട്ട് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് തൈര് ഒഴിച്ച് മിക്സ് ചെയ്യും. തൈര് കുറവും വെജിറ്റബിൾസ് കൂടുതലായിട്ട് അങ്ങനെ ഒരു സലാഡായിട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത്. ചിലപ്പോൾ വേണമെങ്കിൽ തോന്നിക്കന്നെ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യും കേട്ടോ. അപ്പം അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉപ്പും കുരുമുളക് പൊടിയും തേനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തൈരിൻ്റെ പുളിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉപ്പും പുളിയും എരിയും എല്ലാം കൂടെ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അജുവേട്ടന് വേണ്ടിയിട്ടും ഞാൻ അജുവേട്ടന് വേണ്ടിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി ലഞ്ച് ബോക്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു രാവിലത്തെ ജഗപുക എന്ന് പറയുന്ന സംഭവങ്ങൾ കേട്ടോ. ഓഫീസിൽ പോകുന്ന സമയങ്ങളിലുള്ള ആ ഒരു തിക്കും തിരക്കും എന്ന് പറയുന്ന ഒരു സംഭവം ഇതാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് നോർമലി 9:30 ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഓഫീസിൽ എത്തിയാൽ മതി, അജുവേട്ടൻ കൊണ്ടുവിടുന്നുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ ഞാൻ ഓട്ടോയ്ക്ക് പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ. പിന്നെ നമ്മൾ ഓഫീസ് ടൈമിങ്ങിനനുസരിച്ചിട്ട് നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികളും കാര്യങ്ങളും എല്ലാം മാറും. പിന്നെ ഓരോരുത്തരുടെ ജോലിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഓരോ രീതിയോട് മാറും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു വരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.